പണിതിട്ടും പണി തീരാത്ത പോലീസ് സ്റ്റേഷനായി മാറുകയാണ് കൊല്ലം എഴുകോൾ പോലീസ് സ്റ്റേഷൻ. സ്റ്റേഷന്റെ നിർമ്മാണം ആരംഭിച്ചിട്ട് 4 വർഷം പിന്നിട്ടിട്ടും പണി പൂർത്തിയാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വർഷങ്ങളായി ഓടിട്ട പൊളിഞ്ഞു വീഴാറായ പഴയ വാടക കെട്ടിടത്തിലാണ് പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. പഴയ വീടായതിനാൽ മുറികൾ ഇടുങ്ങിയതും വെളിച്ചം കടക്കാത്തതുമാണ്. അസൗകര്യങ്ങളുടെ നടുവിലാണ് വനിതാ ഉദ്യോഗസ്ഥരടക്കമുള്ള പോലീസ് സേന ജോലി ചെയ്യുന്നത്. പോലീസ് വാഹനങ്ങൾ പോലും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്ത സ്റ്റേഷനിൽ തൊണ്ടി മുതലായി പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ റോഡിന്റെ ഇരുവശവും സ്റ്റേഷന്റെ 4 വശവും നിറഞ്ഞ് ഇഴജന്തുക്കളുടെയും മറ്റും താവളമായി മാറിക്കഴിഞ്ഞു. 2 വർഷത്തിൽ മേലെ ഈ പോലീസ് സ്റ്റേഷന്റെ പണി തുടങ്ങിയിട്ട്. പക്ഷെ കുറച്ചുനാൾ പണി നടക്കും, പിന്നെ നിർത്തി വെക്കും, പിന്നെയും കുറച്ചുനാൾ പണി നടക്കും, പിന്നെയും നിർത്തി വെക്കും. ഇതാണ് ഇവിടുത്തെ പതിവ്. ഇപ്പോഴാണെങ്കിൽ ഇവിടെ കാടെല്ലാം പിടിച്ച് മുള്ളം പന്നിയുടെയും മറ്റേ സാധാ പന്നികളുടെയും മൃഗങ്ങളുടെയും എല്ലാം അധിവാസം കാരണം ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഞങ്ങളെ കൃഷിയെല്ലാം ഈ പന്നികൾ തിന്ന് തീർക്കുകയാണ്. ഇതിനകത്താണെങ്കിൽ പട്ടികളുടെ വാസമാണ് ഇതിനകത്തും ഫുള്ള്. രാത്രിയായാൽ നമുക്ക് ഉറങ്ങാൻ പോലും പറ്റാത്ത തരത്തിലുള്ള മൃഗങ്ങളുടെ ശല്യങ്ങളുണ്ട്. കുറച്ച് വഴി തുടങ്ങും, പിന്നെയും നിർത്തി വയ്ക്കും, പിന്നെയും തുടങ്ങും, പിന്നെയും നിർത്തി. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പട്ടി പ്രസവിക്കുന്നത് പോലും അതിനകത്താണ്. എത്ര പ്രസവം കഴിഞ്ഞാലും ഏറ്റവും മുകളിൽ വരെ പോയി കിടക്കും. ഞങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഇവിടെ ഇരിക്കാനോ കിടക്കാനോ കാരണം ഭയങ്കര സൗണ്ടായിരിക്കും. പട്ടി വരയ്ക്കുന്നത് എപ്പോഴും. പോംവഴി എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഇരുന്ന് തീർത്തു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ വന്നു കഴിഞ്ഞിരുന്ന ഞങ്ങൾക്ക് മനസമാധാനമുണ്ട്. ഇവിടെ 2022 മാർച്ച് 6-ന് മുഖ്യമന്ത്രി ഓൺലൈനായി നിർമ്മാണോദ്ഘാടനം നടത്തിയ സ്റ്റേഷന് ആദ്യം ബജറ്റ് ഫണ്ടിൽ നിന്ന് 1.62 കോടി രൂപ വകയിരുത്തി ഹാബിറ്റാറ്റ് ബിൽഡേഴ്സിന് നിർമ്മാണ ചുമതല നൽകിയതാണ്. എന്നാൽ ഫണ്ടിന്റെ അപര്യാപ്തത മൂലം തുടക്കത്തിൽ തന്നെ നിർമ്മാണ പ്രവൃത്തികൾ പലതവണ മുടങ്ങി. തുകയുടെ 90% ഹാബിറ്റാറ്റ് കൈപ്പറ്റിയിട്ടും കെട്ടിട നിർമ്മാണം എങ്ങും എത്തിയില്ല. നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. 1.5 വർഷം കൊണ്ട് ഒരു പണി നടക്കുന്നില്ല. ഇപ്പം റീടെൻഡർ കൊടുത്തായിട്ടാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇപ്പോൾ ഉടനെ പണി തുടങ്ങുമെന്നാണ് നമ്മൾ പലയിടത്തും തിരക്കിയപ്പോൾ അറിയാൻ പറ്റുന്നത്. വീണ്ടും നമ്മളൊരു വലിയൊരു പ്രതീക്ഷയിലാണ് നമ്മൾ വീണ്ടും നാട്ടുകാരെല്ലാം ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. പട്ടി ശല്യമാണ് ഭയങ്കരമായിട്ട് ശല്യമായിട്ടിരുന്നത്. ഒരു 10-20 പട്ടി പറ്റി കിടക്കിയതിനകത്ത്. അത് എല്ലാവരും അതിൽ കൂടെ പോകുമ്പോൾ കടിക്കാനും എടുക്കാനും അല്ലാതുള്ള ഭയങ്കര ശല്യങ്ങളും ഒക്കെ കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് നമ്മളും അതിനകത്ത് കുറേയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമുക്ക് വെച്ചാൽ വണ്ടിയും കൊണ്ട് വരുമ്പോൾ പട്ടി കൂടെ ഓടിക്കാൻ കടിക്കാൻ വരികയും അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. 1.5 വർഷത്തോളമായി നിർമ്മാണം പൂർണ്ണമായി മുടങ്ങിയതോടെ പോലീസ് സ്റ്റേഷൻ പരിസരവും കാടുമൂടിയ നിലയിലാണ്. നിലവിൽ കേരള സ്റ്റേറ്റ് പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷന് നിർമ്മാണ ചുമതല കൈമാറിയിട്ടുണ്ട്. വീണ്ടും 1.65 കോടി രൂപ അനുവദിച്ച് ടെൻഡർ നടപടികൾ ആരംഭിച്ചെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ പഴയപടി ഇഴങ്ങി നീങ്ങുകയാണ്. എഴുകോൺ പോലീസ് സ്റ്റേഷന്റെ ദുരവസ്ഥയ്ക്ക് ഉടൻ പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.